ഹലോ ഡിസൈനേഴ്സ്, മെക്കേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹലോ ഡിസൈനേഴ്സ്, അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടാം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോകൾ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് നോക്കിയേക്കാം. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സോഫ്റ്റ്വെയറിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് ഇനി പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഈ ഓട്ടോകാഡിന്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ചൊന്ന് പഠിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ യൂണിറ്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമ്മൾ ഓരോ ടൂൾസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഡ്രോയിങ് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന കാര്യങ്ങൾ നമ്മൾ നോക്കും. അതിനുശേഷം നമ്മൾ അവസാനമായിട്ട് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത്യാവശ്യം ഡ്രോയിങ് ഷീറ്റിലെ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഒരു യൂണിറ്റ് ഒന്ന് സെറ്റ് ചെയ്തേക്കാം. സോ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ കമന്റ് ബാറിൽ യൂണിറ്റ് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. സോ നമ്മൾ ആദ്യം ഏതൊരു ഡ്രോയിങ്ങും ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിന്റെ ഒരു യൂണിറ്റ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്രാക്ടീസ് ഡ്രോയിങ് ആയിരിക്കും. നമ്മളിവിടെ ഫുൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ടൈപ്പ് വന്നിട്ട് നമ്മൾ ഡെസിമലിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം പ്രിസിഷൻ വന്നിട്ട് നമുക്ക് ജസ്റ്റ് 0 കൊടുത്താൽ മതി. പിന്നെ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മില്ലിമീറ്റർ ആണ്. സോ മാക്സിമം നമ്മൾ ഡ്രോയിങ്സ് എല്ലാം ചെയ്യുന്നത് മെക്കാനിക്കലിനെ സംബന്ധിച്ച് നമ്മൾ മാക്സിമം ഡ്രോയിങ്സ് എല്ലാം ചെയ്യുന്നത് മില്ലിമീറ്ററിൽ തന്നെ ആയിരിക്കും ഡയമെൻഷൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കെയിൽ വന്നിട്ട് മില്ലിമീറ്ററിൽ തന്നെ ചെയ്യാം. പിന്നെ സ്റ്റാൻഡേർഡ് എപ്പോഴും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യാറ്. പിന്നെ ആംഗിൾ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഡെസിമൽ ഡിഗ്രി തന്നെയാണ്. പ്രിസിഷൻ 0 തന്നെ. സോ ബാക്കി ചേഞ്ചസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഡെസിമലിലാണോ എന്ന് എൻഷുർ ചെയ്യാം. പ്രിസിഷൻ എന്താണ് തന്നിരിക്കുന്നത് അത് നമ്മൾ അനുസരിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് വന്നിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡെസിമൽസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 0.00 എടുക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡെസിമലാണ് തന്നിരിക്കുന്നതെങ്കിൽ 0.0 എടുക്കണം. സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന എല്ലാം റൗണ്ട് ഫിഗർ ആണ്. അതുകൊണ്ട് നമുക്ക് 0 മാത്രം മതി. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കാം. സോ ആദ്യത്തെ കാര്യം നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞു. ഇനി ടൂൾസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രോ എന്നൊരു സെഗ്മെന്റിനകത്തുള്ള ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഡ്രോയിനകത്ത് കാണുന്ന ഒരു 4 ടൂൾസ് ഉണ്ട്. ലൈൻ, പോളിലൈൻ, സർക്കിൾ, ആർക്ക് എന്നീ ടൂളുകളെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കിയാൽ. അപ്പൊ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ലൈൻ ടൂൾ എടുക്കുന്നത്. അപ്പൊ ലൈൻ ടൂൾ എടുത്തപ്പോ തന്നെ കമന്റ് ബാറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്. സോ കമന്റ് ബാറിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും ഒരു സ്പെസിഫിക് ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യും. അപ്പൊ ഞാൻ ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്തു. സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ്, രണ്ടാമതൊരു പോയിന്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. അത് നമ്മൾ ഏത് ആംഗിളിൽ വേണമെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്തൊരു പോയിന്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലാണ് ഞാൻ അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ വീണ്ടും അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ പറയുന്നത്. അപ്പോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ എക്സാമ്പിള് ഒരു റെക്ടാംഗിൾ വരയ്ക്കാം. ഓക്കെ, ഞാൻ ചുമ്മാ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു റെക്ടാംഗിൾ വരച്ചു. എനിക്ക് ഈ ടൂള് ക്ലോസ് ചെയ്യണം. ഇനിയിപ്പോ അടുത്തത് എനിക്ക് വേണ്ടത് എന്താ, പോളിലൈൻ യൂസ് ചെയ്തിട്ട് ഒരു റെക്ടാംഗിൾ ഒന്ന് എനിക്ക് വരയ്ക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ടൂൾ എനിക്ക് ലൈൻ ടൂൾ ഒന്ന് ക്ലോസ് ചെയ്യണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ അടിക്കുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്റർ അടിക്കുക. ഇതിൽ ഏതടിച്ചാലും നമുക്ക് ആ ടൂള് ക്ലോസ് ആവും. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്ത ടൂൾ എന്താണ്, ലൈൻ ടൂൾ ആണ് അല്ലെ. അപ്പൊ ഇനി എനിക്ക് ലൈൻ ടൂൾ വീണ്ടും ഉപയോഗിക്കണം. ഇനിയിപ്പോ വീണ്ടും ഒന്നും കൂടെ ഡ്രോ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യും, ലൈൻ ടൂളിനടുത്ത് പോയിട്ട് ആ ലൈൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഡ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ, കമന്റ് ബാർ. കമന്റ് ബാറിനകത്ത് നമുക്ക് ലൈൻ എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് ആ ടൂള് കിട്ടും.
അല്ലാതെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടൂളാണ് നമുക്ക് വീണ്ടും വേണ്ടതെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്പേസ് ബാർ അമർത്തിയാൽ മതി. സ്പേസ് ബാർ അമർത്തിയാൽ എന്താവും, നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത ടൂള് വീണ്ടും വരും. അപ്പൊ വീണ്ടും നമുക്ക് ലൈൻ ടൂൾ വരും. അപ്പോൾ ലൈൻ ടൂൾ യൂസ് ചെയ്ത് ഞാൻ ഒരു 2 എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നമുക്ക് വീണ്ടും എന്റർ അടിക്കാം. അപ്പൊ എന്തായി, ആ ടൂള് ക്ലോസ് ചെയ്തു. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്ത ടൂളായിട്ടുള്ള പോളിലൈൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒരു 2 റെക്ടാങ്കിൾ വരയ്ക്കാൻ പോകും. എന്ത് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റെക്ടാങ്കിൾ തന്നെ വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ഒരു റെക്ടാങ്കിൾ വരച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും എന്റർ ചെയ്തു. അപ്പോ നമുക്കിപ്പോ 2 റെക്ടാങ്കിൾ ആയല്ലേ. ഇതിനകത്ത് 2 റെക്ടാങ്കിൾ കിട്ടി, ഇവിടെ റെക്ടാങ്കിൾ. അപ്പൊ ഇങ്ങനെയാണ് പോളിലൈൻ യൂസ് ചെയ്ത് നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റുക. അതേപോലെ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ടും നമ്മൾ റെക്ടാങ്കിൾ വരച്ചു. അപ്പൊ നമുക്കറിയാം 2 ടൂളും ഏകദേശം സിമിലർ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് രണ്ടും ഡിഫറെന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റെക്ടാങ്കിൾ ഒന്ന് മൂവ് ചെയ്ത് നോക്കണം. എന്നാലേ ഇതിന്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഈ മൂവ് ടൂൾ ഒന്ന് പരിചയപ്പെടുന്നത്. സോ ഇതാണ് മൂവ് ടൂൾ. നമ്മൾ മോഡിഫൈ ആ സെഗ്മെന്റിനകത്ത് കാണുന്ന ഫസ്റ്റ് ടൂളാണ് മൂവ് ടൂൾ. സോ അത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോൾ തന്നെ കമന്റ് ബാറിൽ നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ തോന്നുന്നു, എന്താണ്, സെലക്ട് ദ ഒബ്ജക്ട്. അപ്പൊ ഞാൻ ആദ്യം സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ ആദ്യം ചെയ്ത ഒരു റെക്ടാങ്കിൾ അല്ല, അതാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോ എന്തായി, ആ ലൈൻ ഹൈലൈറ്റ് ആയി. എന്നിട്ട് ഞാൻ എന്റർ അടിച്ചു. സോ എനിക്ക് വന്നിട്ട് ഇപ്പോ എവിടേക്ക് വേണമെങ്കിലും ആ ടൂള് മൂവ് ചെയ്യാം. മൂവ് ടൂൾ യൂസ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ലൈൻ എനിക്ക് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. സോ അതിനനുസരിച്ച് ആ ടൂള് മൂവ് ആവുന്നതായിരിക്കും. ശ്രദ്ധിച്ചോ. പക്ഷേ ഞാൻ എന്താ ചെയ്തത്, ആദ്യം ഒരു റെക്ടാങ്കിൾ വരച്ചു. ഒരു ക്ലോസ്ഡ് റെക്ടാങ്കിൾ ആണ്. പക്ഷെ ഞാൻ മൂവ് ടൂൾ എടുത്ത് ഞാൻ മൂവ് ചെയ്തപ്പോ എന്തായി, സ്പെസിഫിക് ആയിട്ട് ആ ഒരു ലൈൻ മാത്രമാണ് എന്നെ കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഞാനൊരു പോളി ലൈൻ എടുത്ത് വരച്ചിരിക്കുന്ന റെക്ടാങ്കിൾ ഉണ്ടല്ലോ, അതൊന്ന് മൂവ് ചെയ്തോ. അപ്പൊ ഞാൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്തു, എന്റർ അടിച്ചു, ഞാൻ മൂവ് ചെയ്യാണ്. അപ്പൊ എന്തായി, ആ എൻ്റയർ റെക്ടാങ്കിൾ ആണ് ഇവിടെ മൂവ് ആവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, പോളിലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് എല്ലാം ഒരു കണ്ടിന്യൂസ് ലൈനാണ്. അപ്പോ സെലക്ഷനും അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കത്തുള്ളൂ. പക്ഷെ ലൈൻ ടൂൾ യൂസ് ചെയ്ത് വരയ്ക്കുന്ന നമ്മൾ ഓരോ ലൈനും അത് ഓരോരോ ലൈനായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതൊരു കണ്ടിന്യൂഷൻ ഇല്ലാത്തൊരു ലൈൻ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ലൈൻ ടൂൾ ഉപയോഗിച്ച് വരച്ച ലൈൻ ടൂൾ യൂസ് ചെയ്ത് വരച്ച ഈ ഒരു റെക്ടാങ്കിൾ വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. മൂവ് ചെയ്യാൻ പറ്റാതെ ഒന്നുമല്ല, മൂവ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എല്ലാം സെലക്ട് ചെയ്യണം. 4 ലൈനും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. 1, 2, 3, 4. അപ്പൊ 4 ഹൈലൈറ്റ് ആയി. എന്നിട്ട് ഞാൻ ഒരു എന്റർ അടിക്കുന്നു. എന്നിട്ട് ഞാൻ മൂവ് ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് ആ എൻ്റയർ റെക്ടാങ്കിളിനെ മൂവ് ചെയ്യാൻ പറ്റും. സോ മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, പോളി ലൈനും ലൈൻ ടൂളും. ഇത്രയും നേരം നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ലൈൻ ടൂളും പോളി ലൈൻ ടൂളും ഇങ്ങനെ യൂസ് ചെയ്യാം, അതിന്റെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, കാരണം ഒരുപാട് ലെങ്ത് ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കാണുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു 8-9 മിനിറ്റ് തന്നെ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. സോ എല്ലാവർക്കും വളരെയധികം നന്ദി. എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ബാക്കി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വാച്ച് ചെയ്യാം. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്.